നമസ്കാരം. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനം നടത്തണം. ഗുരുവായൂരപ്പന്റെ സന്നിധിയിൽ അഥവാ ഭൂലോക വൈകുണ്ഠത്തിൽ എത്തണം എന്ന് ആഗ്രഹിക്കുന്നവർ തന്നെയാണ് എല്ലാ ശ്രീകൃഷ്ണ ഭക്തരും. എന്നാൽ അവർ പ്രതീക്ഷിക്കുന്ന സമയത്ത് പലപ്പോഴും ദർശനം നടത്തുവാൻ സാധിക്കണം എന്നില്ല. എന്നാൽ ഭഗവാൻ തന്നെ നിങ്ങളെ വിളിക്കുന്നതായ സാഹചര്യങ്ങൾ ഉണ്ടായി എന്ന് വരാം. അതായത് ഭഗവാൻ തന്നെ നിങ്ങളെ ദർശനത്തിനായി വിളിക്കുമ്പോൾ ചില സൂചനകൾ നിങ്ങൾക്ക് ലഭിച്ചു എന്ന് വരും. ആ സൂചനകളെ കുറിച്ചാണ് ഈ അധ്യായത്തിലൂടെ പരാമർശിക്കാനായി പോകുന്നത്. ഈ ലക്ഷണങ്ങൾ കണ്ടാൽ തീർച്ചയായും നിങ്ങൾ ഗുരുവായൂരിൽ ദർശനം നടത്താതിരിക്കരുത് എന്ന കാര്യം പ്രത്യേകം ഓർക്കണം. അതേക്കുറിച്ച് അറിയാം. ഏവരും ഒരു നിമിഷം ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾക്കും ഇത്തരം ലക്ഷണങ്ങൾ പ്രകടമായിട്ടുണ്ട്, ഭഗവാനായി തന്നെ നിങ്ങൾക്കും കാണിച്ചു തന്നിട്ടുണ്ട് എങ്കിൽ തീർച്ചയായും അതേക്കുറിച്ച് നിങ്ങൾക്ക് രേഖപ്പെടുത്താവുന്നതാണ്. ആദ്യത്തേതായ കാര്യം, നിങ്ങളുടെ വീടുകളിൽ തീർച്ചയായും പൂജാമുറിയിൽ തീർച്ചയായും ഭഗവാന്റെ ചിത്രം അല്ലെങ്കിൽ വിഗ്രഹങ്ങൾ ഉണ്ടാകുന്നതാണ്. ഈ വിഗ്രഹം അല്ലെങ്കിൽ ചിത്രത്തിലേക്ക് നോക്കുന്നതായ അവസരത്തിൽ ഭഗവാൻ നിങ്ങളെ നോക്കി ചിരിക്കുന്നു, പുഞ്ചിരിക്കുന്നതായി നിങ്ങൾക്ക് അനുഭവവേദ്യമാകും എന്നുള്ളതാണ്. അത് യാത്രയിൽ തന്നെ സംഭവിക്കാവുന്നതാണ്. അതായത് പൂജാമുറിയിൽ മാത്രമല്ല, നിങ്ങൾ യാത്രകൾ ചെയ്യുന്നതായ അവസരത്തിൽ ഭഗവാന്റെ ചിത്രം ഇപ്രകാരം നിങ്ങളെ നോക്കി ചിരിക്കുന്നതായി കാണുകയാണ് എങ്കിൽ അതും ശുഭകരമാണ്. കണ്ണുറുക്കി കാണിച്ചു എന്ന് വരാം. ഇപ്രകാരം നിങ്ങൾക്ക് സംഭവിക്കുന്നു എങ്കിൽ തീർച്ചയായും അത് ഭഗവാന്റെ സാന്നിധ്യത്തെയും അനുഗ്രഹത്തെയും സൂചിപ്പിക്കുന്നു എന്നും തീർച്ചയായും നിങ്ങൾ ഗുരുവായൂരിൽ ദർശനം നടത്തണം. അതിനുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയായി അത് കണക്കാക്കാവുന്നതാണ്. അതിനാൽ തീർച്ചയായും ദർശനം നടത്തുവാൻ ശ്രദ്ധിക്കുക. മറ്റൊന്ന്, അപ്രതീക്ഷിതമായി പല കാര്യങ്ങളും നിങ്ങൾക്ക് ജീവിതത്തിൽ ലഭിക്കുന്നതായ സാഹചര്യം. നിങ്ങൾ പോലും പ്രതീക്ഷിക്കാതെ പല കാര്യങ്ങളും അനുകൂലമായി തീരാം. നഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നതായ കാര്യങ്ങൾ അവസാന നിമിഷം നിങ്ങൾക്ക് അനുകൂലമായി തീരുന്ന സാഹചര്യം. ഇതിന്റെ അർത്ഥം ഭഗവാൻ നിങ്ങളെ ഒരിക്കലും കൈവിടില്ല എന്ന വ്യക്തമായ സൂചന തന്നെയാണ്. തീർച്ചയായും നിങ്ങൾ ഗുരുവായൂരിൽ ദർശനം നടത്തേണ്ടത് അനിവാര്യമാണ്. ഭഗവാന്റെ സമക്ഷം നിങ്ങൾ എത്തിച്ചേരേണ്ടത് അനിവാര്യമാണ് എന്ന് തന്നെ പരാമർശിക്കാം. കൂടാതെ അപ്രതീക്ഷിതമായി ഭഗവാനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായ സാഹചര്യം. ഭഗവാനുമായി വിശേഷപ്പെട്ട വസ്തുക്കളാകാം, ഭഗവാനുമായി ബന്ധപ്പെട്ട് പരാമർശിക്കപ്പെടുന്ന വസ്തുക്കളാകാം, അത് ആലില പോലുമാകാം. ആലില പൊഴിഞ്ഞ് ദേഹത്ത് വീഴുക, നിങ്ങളുടെ കൈകളിലേക്ക് വീഴുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്നതാണ്. മയിൽപ്പീലി നിങ്ങൾക്ക് അപ്രതീക്ഷിതമായി ലഭിക്കുന്നതായ സാഹചര്യം. ഒരു കാരണവശാലും സാധ്യതയില്ലാത്ത ഇടത്തു നിന്ന് പോലും മയിൽപ്പീലി നിങ്ങൾക്ക് ലഭിച്ചു എന്ന് വരാം. അത് ഭഗവാന്റെ സാന്നിധ്യത്തെയും അനുഗ്രഹത്തെയും സൂചിപ്പിക്കുന്നു. കൂടാതെ ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. ഭഗവാന്റെ സമക്ഷം എത്തിച്ചേരണം എന്ന ഓർമ്മപ്പെടുത്തൽ. തുളസിയില അറിയാതെ കൈകളിൽ വന്നു ചേരുക, പ്രതീക്ഷിക്കാതെ പ്രസാദത്തിൽ നിന്നും നിങ്ങൾക്ക് ലഭിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കുന്നതും ഒരു ഓർമ്മപ്പെടുത്തലായി കണക്കാക്കാവുന്നതുമാണ്. നിങ്ങൾ പ്രാർത്ഥിക്കുന്നതായ അവസരത്തിൽ ഭഗവാനെ നിത്യവും പ്രാർത്ഥിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ മന്ത്രങ്ങൾ ജപിക്കുന്നതായ അവസരത്തിലാണ് എങ്കിൽ പോലും കണ്ണുകൾ നിറഞ്ഞു പോകുന്നതായ സാഹചര്യം. എന്തെന്നില്ലാതെ കണ്ണുകൾ നിറഞ്ഞു എന്ന് വരാം. ഒന്നും പറയുവാൻ സാധിക്കാത്തതായ അവസ്ഥ. ഇത്തരം അവസ്ഥ നിങ്ങൾക്കുണ്ടായിട്ടുണ്ട് എങ്കിൽ അത് ഭഗവാന്റെ അനുഗ്രഹം നിങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നതിനാൽ സംഭവിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമായി തന്നെ പരാമർശിക്കാം. ഏവർക്കും ഈ ഒരു കാര്യം ലഭിക്കണം എന്നില്ല. നിങ്ങൾക്ക് ലഭിക്കുന്നു എങ്കിൽ അത് അത്രമേൽ ശുഭകരമായ ഒരു കാര്യമാണ്. തീർച്ചയായും ഭഗവാന്റെ സമക്ഷം നിങ്ങൾ എത്തിച്ചേരണം. ഭഗവാനെ കണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം. ഭഗവാനെ കണ്ട് നിങ്ങൾ തൊഴേണ്ടത് അനിവാര്യമാണ് എന്നുകൂടി ഇതിലൂടെ അർത്ഥമാക്കാം. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോഴോ നാമം ജപിക്കുന്നതായ അവസരത്തിൽ രോമാഞ്ചം അനുഭവപ്പെടുന്നതായ സാഹചര്യം.
ഇപ്രകാരം നിങ്ങൾക്ക് സംഭവിക്കുന്നു എങ്കിൽ ഒരിക്കലും നിങ്ങൾ അതിൽ ഭയപ്പെടേണ്ടതായിട്ടില്ല. അത് ഏറ്റവും ശുഭകരമായ പോസിറ്റീവായ ഊർജത്തിന്റെ അല്ലെങ്കിൽ നിങ്ങളിലേക്ക് ഭഗവാന്റെ കടാക്ഷം കടന്നു വന്നിരിക്കുന്നതിന്റെ ഒരു സൂചനയായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കും. നിങ്ങൾ തീർച്ചയായും ഗുരുവായൂരിൽ ദർശനം നടത്താതിരിക്കരുത് എന്ന കാര്യം ഓർക്കണം. ദർശനം നടത്തുക. എത്രയും വേഗം ദർശനം നടത്തുവാൻ സാധിക്കുമോ അത്രയും വേഗം ദർശനം നിങ്ങൾ തീർച്ചയായും നടത്തുക. നിങ്ങൾ മന്ത്രങ്ങൾ ജപിക്കുന്നതായ അവസരത്തിൽ ഭഗവാൻ നിങ്ങളെ വിളിക്കുന്നതായി നിങ്ങൾക്ക് അനുഭവപ്പെടുന്നതായ സാഹചര്യം, ഒരു ഇളം കാറ്റ് നിങ്ങളെ തട്ടിപ്പോകുന്നതായ, മുഖത്ത് തഴുകി പോകുന്നതായ സാഹചര്യം ഇപ്രകാരം സംഭവിക്കുന്നു എങ്കിലും അത് ഭഗവാന്റെ സാന്നിധ്യം തന്നെയാണ്. നിങ്ങൾക്ക് ഗുരുവായൂരിൽ ദർശനം നടത്താവുന്നതുമാണ്. കൂടാതെ നിങ്ങൾ ഓടക്കുഴലിന്റെ നാദം കേൾക്കുക. അത് മന്ത്രം ജപിക്കുന്നതായ അവസരത്തിലോ അല്ലെങ്കിൽ നിങ്ങൾ കിടക്കുന്നതായ അവസരത്തിലോ ആണ് എങ്കിലും അതും ഭഗവാൻ നിങ്ങളെ വിളിക്കുന്നതായി കണക്കാക്കുവാൻ സാധിക്കുന്നതാണ്. നിങ്ങൾ താമസിക്കരുത് എന്നതാണ് വാസ്തവം. പെട്ടെന്ന് തന്നെ നിങ്ങൾ ഭഗവാനെ ദർശിക്കേണ്ടതായിട്ടുണ്ട്. ചിലപ്പോൾ നിങ്ങൾ പറഞ്ഞ സമയത്ത് ദർശനം നടത്തുവാൻ സാധിച്ചില്ല എന്ന് വരാം. അതായത് ഇന്ന ദിവസം ദർശനം നടത്തണം എന്ന് നിങ്ങൾ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടാകാം. അത് ഭഗവാൻ അറിഞ്ഞിട്ടുണ്ട് എന്നതും വാസ്തവമാണ്. എന്നാൽ നിങ്ങൾ പല കാരണങ്ങൾ കൊണ്ട് മാറ്റിവെക്കാം. എന്നാൽ ഭഗവാൻ അത് ഓർത്തിരിക്കുന്നു എന്നുള്ളതാണ്. മറന്നു പോയിട്ടുണ്ട് എങ്കിൽ പോലും, അതായത് നിങ്ങൾ മറന്നിട്ടുണ്ട് എങ്കിൽ പോലും ഭഗവാൻ അത് ഓർക്കുന്നതാണ്. അതിനാൽ തീർച്ചയായും ഈ ലക്ഷണങ്ങൾ അതുമായി ബന്ധപ്പെട്ടും ആകാവുന്നതാണ്. നിങ്ങൾ പറഞ്ഞ സമയത്ത് തന്നെ അല്ലെങ്കിൽ തീർച്ചയായും ദർശനം നടത്തണം എന്ന സൂചന തന്നെയാണ് ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കുന്നത്. ഭഗവാന്റെ നാമങ്ങൾ ജപിക്കുക എന്നത് ഭാഗ്യം തന്നെയാണ്. കാരണം ഒരു വ്യക്തി ഭഗവാന്റെ നാമങ്ങൾ ജപിക്കുന്നതിലൂടെ അയാൾക്ക് മോക്ഷപ്രാപ്തി പോലും ജീവിതത്തിലേക്ക് വന്നു ചേരും. അത്രമേൽ ശുഭകരമാണ്. ഭഗവാന്റെ സംരക്ഷണ കവചം തന്നെയാണ് ഭഗവാന്റെ നാമങ്ങൾ നിത്യവും മുടക്കം കൂടാതെ ഒരു വ്യക്തി ജപിക്കുന്നതിലൂടെ ജീവിതത്തിലേക്ക് വന്നു ചേരുക. അതിനാൽ തീർച്ചയായും ഭഗവാന്റെ നാമങ്ങൾ ജപിക്കുവാൻ സാധിക്കുന്നതും ഇപ്രകാരം നാമങ്ങൾ ജപിക്കുന്നതായ അവസരത്തിൽ അല്ലെങ്കിൽ ഇപ്രകാരം ഭഗവാന്റെ നാമങ്ങൾ എപ്പോഴും നിങ്ങളുടെ നാവിലേക്ക് വരുന്നതായ അവസ്ഥ, അത്തരം കാര്യങ്ങൾ എപ്പോഴും ചിന്തയിൽ വരിക, അല്ലെങ്കിൽ നാമങ്ങൾ ഉരുവിട്ടു പോകുന്നതായ സാഹചര്യം, ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് സംഭവിക്കുന്നു എങ്കിൽ അതും ഭഗവാൻ നിങ്ങൾക്ക് നൽകുന്ന ഒരു ഓർമ്മപ്പെടുത്തലാണ് എന്നതാണ് വാസ്തവം. നിങ്ങൾ ഗുരുവായൂരിലേക്ക് വരണം, അല്ലെങ്കിൽ ഭഗവാന്റെ സമക്ഷം നിങ്ങൾ എത്തിച്ചേരണം എന്നുള്ളതാകുന്നു. തീർച്ചയായും നിങ്ങൾ ദർശനം നടത്താതിരിക്കരുത് എന്ന കാര്യം ഓർക്കണം. കൂടാതെ ഭഗവാനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിരന്തരം കേൾക്കുന്നതായ സാഹചര്യം, ഭഗവാന്റെ നാമങ്ങൾ നിങ്ങൾ അപ്രതീക്ഷിതമായി കേൾക്കുന്ന സാഹചര്യം, കൂടാതെ ഭഗവാന്റെ മന്ത്രങ്ങൾ, ഗാനങ്ങൾ പോലും കേൾക്കുന്നതായ സാഹചര്യം, അല്ലെങ്കിൽ പല വ്യക്തികളുടെ പേരുമായി ബന്ധപ്പെട്ട് പോലും ഭഗവാന്റെ നാമങ്ങൾ നിത്യവും, പലവിധ നാമങ്ങൾ നിത്യവും നിരന്തരമായി തന്നെ കേൾക്കുന്നതായ സാഹചര്യമുണ്ട് എങ്കിൽ തീർച്ചയായും നിങ്ങൾ അത് ഭഗവാന്റെ കടാക്ഷത്തെ സൂചിപ്പിക്കുന്നു എന്നതിന് പുറമെ ഭഗവാൻ നിങ്ങളെ ഗുരുവായൂരിലേക്ക് വിളിക്കുന്നു എന്ന സൂചനയും ഇതിലൂടെ അർത്ഥമാക്കാം. മറ്റൊരു കാര്യവുമായി ബന്ധപ്പെട്ട് പരാമർശിക്കേണ്ടതായിട്ടുണ്ട്. ഭഗവാനെ സ്വപ്നത്തിൽ ദർശനം കാണുന്നതായ സാഹചര്യം, അതായത് ഭഗവാൻ തന്നെ നിങ്ങൾക്ക് സ്വപ്ന ദർശനം നൽകുന്നതായ സാഹചര്യം. പലരും ഇത് ആഗ്രഹിക്കുന്നു എന്നത് വാസ്തവം തന്നെയാണ്. ഭഗവാൻ എനിക്ക് സ്വപ്ന ദർശനം തന്നിരുന്നെങ്കിൽ തരൂ ഭഗവാനെ എന്ന് പോലും ആവശ്യപ്പെടുന്ന, പ്രാർത്ഥിക്കുന്ന ഭക്തരാണ് കൂടുതലും. എന്നാൽ പലർക്കും ലഭിക്കാത്തതായ ഒരു ഭാഗ്യം തന്നെയാണ് ഇത്. നിങ്ങൾക്കത് ലഭിച്ചു എങ്കിൽ തീർച്ചയായും അത് അത്രമേൽ ശുഭകരമായ ഒരു കാര്യം തന്നെയാണ്. അതിനാൽ തീർച്ചയായും നിങ്ങൾ ഗുരുവായൂരിൽ ദർശനം നടത്തണം. പ്രത്യേകിച്ചും ഗുരുവായൂർ ക്ഷേത്രം അല്ലെങ്കിൽ മറ്റൊരു ശ്രീകൃഷ്ണ ക്ഷേത്രമാണ് എങ്കിലും നിങ്ങൾ സ്വപ്നത്തിൽ കണ്ടു എന്ന് വരാം. ഭഗവാനുമായി ബന്ധപ്പെട്ട ചിഹ്നങ്ങൾ, വസ്തുക്കൾ തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾ കണ്ടു എന്ന് വരാം. ഇപ്രകാരം കാണുന്നതും ഒരു ശുഭ സൂചന തന്നെയാണ്. അല്ലെങ്കിൽ നിങ്ങൾ ക്ഷേത്രത്തിലേക്ക് ദർശനത്തിനായി പോകുന്നതായി കാണുന്നതായ സാഹചര്യം, അല്ലെങ്കിൽ ദർശനം അവിടെ നടത്തുന്നതായി നിങ്ങൾ സ്വപ്നം കാണുന്നു എങ്കിലും അതും ശുഭ സൂചന തന്നെയാണ്. നിങ്ങൾ ഗുരുവായൂരിലേക്ക് തീർച്ചയായും എത്തണം.
എന്ന് ഭഗവാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു എന്നതാണ് വാസ്തവം. അതിനാൽ തീർച്ചയായും നിങ്ങൾ ദർശനം നടത്താതിരിക്കരുത് എന്ന കാര്യം ഓർക്കണം. മറ്റൊന്ന്, പശുക്കൾ അല്ലെങ്കിൽ പശുവിനെ നിരന്തരമായി കാണുക. പശുവിനെ കാണുവാനുള്ള സാധ്യത പോലും ഉണ്ടാകണമെന്നില്ല. അത്തരം സാഹചര്യത്തിലുള്ള ഒരു വ്യക്തി നിരന്തരമായി പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും പശുവിനെ കാണുന്നതായ സാഹചര്യം, അല്ലെങ്കിൽ പശു നിങ്ങളുടെ പറമ്പിലേക്ക് വരുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ വീടിന്റെ ഉമ്മറവാതിലിനടുത്തായി നിൽക്കുന്നു, നിങ്ങൾ വാതിൽ തുറക്കുമ്പോഴോ പുറത്തേക്ക് വരുമ്പോഴോ പശുവിനെ കാണുന്നതായ സാഹചര്യമുണ്ട് എങ്കിൽ അതും ഒരു ശുഭ സൂചന തന്നെയാണ്. ഭഗവാന്റെ കടാക്ഷത്തെയും സാന്നിധ്യത്തെയും അർത്ഥമാക്കുന്നു എന്നതിന് പുറമെ നിങ്ങൾ തീർച്ചയായും ഭഗവത് സന്നിധിയിൽ എത്തിച്ചേരണം എന്ന് ഭഗവാൻ തന്നെ നിങ്ങൾക്ക് സൂചന നൽകുന്നതായും അർത്ഥമാക്കുവാൻ സാധിക്കുന്നതാണ്. ഭഗവാനുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ലക്ഷ്മി നാരായണന്മാരുമായി ബന്ധപ്പെട്ട് പരാമർശിക്കപ്പെടുന്ന ഒരു പക്ഷി തന്നെയാണ് ഉപ്പൻ. സാക്ഷാൽ സുധാമാവ് ഭഗവാനെ അഥവാ ശ്രീകൃഷ്ണ ഭഗവാനെ കാണുവാനായി പുറപ്പെട്ടപ്പോൾ ഉപ്പനെ കണ്ടിരുന്നു എന്ന് കുചേലവൃത്തത്തിൽ പരാമർശിക്കുന്നതാണ്. അതിനാൽ തീർച്ചയായും നിങ്ങൾ ഉപ്പനെ കാണുകയാണ് എങ്കിൽ, അത് പല ആവർത്തിയായി കാണുകയാണ് എങ്കിൽ അത് ഭഗവാന്റെ ക്ഷണമായി തന്നെ കണക്കാക്കാവുന്നതാണ്. ഭഗവാൻ നിങ്ങളെ ഗുരുവായൂരിലേക്ക് വിളിക്കുന്നു, അല്ലെങ്കിൽ ഭഗവാന്റെ സന്നിധിയിലേക്ക് നിങ്ങൾ എത്തിച്ചേരണം എന്ന സൂചന തന്നെയാകുന്നു. അതിനാൽ ഉപ്പനെ കാണുന്നു എങ്കിലും തീർച്ചയായും നിങ്ങൾ ദർശനം നടത്തുവാൻ ശ്രമിക്കുക. ഇനി അഥവാ പെട്ടെന്ന് ഗുരുവായൂർക്ക് പോകുവാൻ സാധിക്കുന്നില്ല എങ്കിൽ തലയ്ക്കുഴിഞ്ഞ് ഒരു നാണയം മാറ്റി വയ്ക്കുന്നതും അടുത്തുള്ള ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും ശുഭകരമായി തന്നെ കണക്കാക്കാം. എന്നാൽ അധികം താമസിയാതെ തന്നെ ഗുരുവായൂരിലേക്ക്, ഭഗവത് സന്നിധിയിലേക്ക്, ഭഗവാന്റെ സമക്ഷം നിങ്ങൾ എത്തിച്ചേരുക.